അപ്പോൾ ഗായ്സ് ഇന്ന് നമ്മുടെ കോളേജിലെ ഇഫ്താറാണ്, നമ്മുടെ ക്ലാസ് നടത്തുന്ന ഇഫ്താറാണ്. അപ്പോൾ നമ്മളെ കൂടെ ക്ലാസ്സിലെ ഡോണാണ്, ഓളുണ്ട്. ഓള് എന്താ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ പൈനാപ്പിളൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. അവന്തിക ബിയാറാണ് വെട്ടിയത്. എന്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും ഓളെ ഏൽപ്പിക്കുക. ഗൈസ് നമ്മൾ പാർവണേൻ്റെ വീട്ടിലാണുള്ളത്. ഇത്രയും നേരം ആൾക്കാരുണ്ടായിരുന്നു, എല്ലാവരും പോയി. പറയാനുള്ളത് നമ്മുടെ നോമ്പ് തുറനെ കുറിച്ചുള്ള നന്നായി നടന്നാൽ മാത്രം മതി, എല്ലാം നല്ലതിനാണ്. നമ്മൾ മുന്തിരി മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചവിടെ ഇരുന്നു. ഗൈസ് ഇതാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും ക്യൂട്ടസ്റ്റ് ഗേൾ അവന്തിക ബിയാർ. കണ്ട കുറച്ച് പ്രായം തോന്നുന്നേ ഉള്ളൂ, വയസ്സ് കുറവാ. 21 അത്രേ 20. എപ്പോഴും 22 ആവുക, 21 ആവുക. നെക്സ്റ്റ് ഫെബ്രുവരിയിൽ ഓക്കെ 21 വയസ്സാവും. കല്യാണാലോചനകൾ ക്ഷണിക്കുന്നതാണ്. പിന്നെ ഗൈസ് നമ്മൾ വേറെ കുട്ടിനെ കാണിച്ചതാണ് കേട്ടോ. പാർവണേന്തു കുളിച്ച് വന്നതാണ് ഓളിപ്പം. ബൈ. എങ്ങനെ കണ്ണെഴുതാം? അടുത്തെടുക്ക്. കഴുകുന്നതാണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ. കൂടിപ്പോയില്ലേ? 2 പേര് വരുന്നുണ്ട്, അഭിരാം ആൻഡ് അമാൻഡ. അമാൻഡനെ നോക്കൂ ഗൈസ്, നിങ്ങൾ കുറച്ചും കൂടെ ആവാം അതിന്. ഗൈസ് അടുത്തത് കാളിദാസ് ആണ് വരുന്നത്. അതാ അത് കഴിഞ്ഞ് ആൽവിൻ മാളവിക വരുന്നുണ്ട് ഗൈസ്. കല്യാണത്തിന് വന്നതാ. ഗൈസ് ആൽവിൻ മാങ്ങ പറിക്കാണ്. എടുത്തിട്ടോ ആൽവിനെ. ഇങ്ങോട്ടോ എടുക്കുന്ന മാള് വെച്ച് ദിസ് ഈസ് അഭിരാം എസ് കൃഷ്ണ. പിന്നെ അവളുടെ വീട്ടിൽ നിന്ന് നേരെ എനിക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു, ഫ്ലാഷ് മൂവ്മെന്റ്. അവിടെ വന്നു സാറ് വിളിക്കാൻ. അപ്പോൾ ഗൈസ് നമ്മൾ ക്ലാസ്സൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഫർഹീനയുണ്ട്. ഫർഹീനൻ്റെ സ്വന്തം ആയിഷത്ത് ഫൈസ കേക്കിയും ഉണ്ട്. അതെ, ഫർഹീനനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ആയിഷത്ത് ഫൈസത്ത് കേക്കിയും ഉണ്ട്.
ഗൈസ് നമ്മൾ കലക്കാനുള്ള എന്താണ് സർബത്ത് കലക്കാൻ വേണ്ടിയുള്ള പാത്രം, കത്തി, കയ്യിൽ, ഇത്രയും സാധനം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അമാൻ്റെയാണ് കലക്കുന്നത്. കുടിക്കാൻ പറ്റുമോ എന്ന് കണ്ടറിയാം. അനുജിത്ത് പണിയെടുക്കാന്ന് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തപ്പോൾ അല്ലടാ കഷ്ടപ്പെടുന്നുണ്ട്. അവിടെ ഒരു ഇതാ രാവിലെ തൊട്ട് കഷ്ടപ്പെടുന്ന ഒന്ന് വേറെ. ഇത് ശ്രീച്ചിൽ, പാർവണേന്തോ എല്ലാവരും ഉണ്ട് ഗൈസ്. എല്ലാവരും പണിയില്ല. ഇത് വ്ളോഗിലേക്ക് വത്തക്ക മുറിക്കുകയാണ്. എല്ലാത്തിനും അടിക്കോ കേട്ടോ. ഇതെന്താ കളിക്കുന്നേ ചേച്ചി മാള് സമാധാനം കൊടുക്കും. കൈനോ സർബത്ത് എന്റെ നാട്ടില് ആ തറ വരുമ്പോ നമുക്ക് രണ്ടാക്കം ഓടി ഇത് വെക്കാം. എന്റെ സർബത്തിന്റെ വീഡിയോ നിൽക്കുന്ന ആൽവിൻ നമ്മൾ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. ഇതൊക്കെ ടേസ്റ്റ് ഉണ്ടോടാ? ഇവനാ നിപ്പിക്കറ്. ഞാൻ അന്നേരം പറഞ്ഞേ ഫെമിന് എന്തൊക്കെയോ കൊണ്ടുവന്നു. കൂടെ നെഹലും ഉണ്ട്. ശ്രീജിൽ ഇവിടെ എന്തോ കട്ടാവുന്ന സാധനം കുടിക്കുന്നു. സർബത്ത് ശരിയായില്ല, അറിയില്ലടാ. ഇനി ചോദിച്ചാൽ നമ്മളെ കണ്ട വഴി ഓടിക്കും. നന്മയുള്ള മരമാണ് നമുക്കൊക്കെ തന്നു. കുറച്ചായി വേണ്ടേ? ഓപ്പണിംഗ് ഇല്ലേ? കുറച്ചതിന് കണ്ടിട്ട് ചേരാം. ഇങ്ങനെയല്ലടാ, ഇങ്ങനെ വന്നിട്ട് വയനാട് വിളിക്കുമ്പോ ഒരുമാതിരി. ഇതിങ്ങനെ ഇട്ട് വെച്ചാൽ പ്രശ്നം എന്താ പറയാ, മുന്തിരിക്ക് പതൊക്കെ സമൂസൊക്കെ ഇത്ര പേരാണ് ഗൈസ് ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നത്. ഒന്ന് അവന്തിക, പാർവണേന്ദു, റിയ. ഈ കുട്ടികൾ മാത്രമേ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് കുറേ നടന്നിട്ടുള്ളൂ. ആൽവിൻ, പ്രേംജിത്ത് ഇപ്പ വന്നതാണെങ്കിലും കൂട്ടാം. അമാൻഡ, മാളവിക, അഭിരാം രാവിലെ തൊട്ടുണ്ട്, അരുണിമ, പിന്നെ ഒരു അനുജിത്തും അഭിനവും കൂടെ ഉണ്ട്. അനുജിത്തും അഭിനവും കൂടെ ഉണ്ട്. ഓരെ കാണുന്നില്ല, ഓരെ കാണുമ്പോൾ ഞാൻ കാണിച്ചുതരാം. ഓരാണിത് എല്ലാം എക്സിക്യൂട്ട് ചെയ്തത്. എന്തൊക്കെ പറയണമെന്നാണ് കൃഷ്ണ അണ്ണന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോയിൽ 10 പേര് കണ്ടാൽ ഭാഗ്യം. നമ്മളെല്ലാവരും കാണാം ക്ലാസ്സിൽ. ഓക്കെ, പിന്നെ നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളെ കൂടെയുള്ള കാശിനാഥനെ കൂട്ടൂല. നമുക്ക് ആ കാളിദാസ് രാവിലെ തൊട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. കാശിനാഥ് ഇപ്പം വന്നിട്ടുണ്ടായിരുന്നു. ഇവനും മാളവികയുടെ ശീലാണ്. ஒரு மணி
ഞങ്ങൾ ടീച്ചേഴ്സാണിത്. ഞങ്ങൾ സ്വന്തം സൗമ്യ മിസ്. ഹലോ, നമ്മളെ കോളേജിൽ നിന്ന് പോവാണ്. റോൾ ഔട്ട് ബിരിയാണി കൊടുക്കുന്നു. ആക്കിയതാ. ഇത് ഫെമിൻ NCCന്റെ ആരോ ആണ്. ശ്രീജില് പാമ്പാണ് ഗൈസ്. പക്ക പാമ്പ് എങ്ങനെ ഉണ്ടാവും അങ്ങനെ ഇരിക്കും. നെഹല് പിന്നെ ഒരു ടീച്ചറാണെന്ന് ആരും പറയുകയില്ല. മൊട്ടടിച്ച് കോളാക്കി വെച്ചിട്ടുണ്ട്. ആ 30. ഇഫ്താർ വിരുന്ന് ഓൺഗോയിങ് ആണ്. ഇവിടെ എല്ലാം ചെയ്തു. ഇതാണ് എൻ്റെ കോസ്റ്റ്. ഞാൻ ഇവിടെ സംഭവം കാണിച്ചു തരാം. ഗൈസ് 7. നെക്സ്റ്റ് ഇതായിട്ട് നമ്മളിവിടെ ഫുഡാണ് ഇറക്കിയിട്ടുള്ളത്. നമ്മളെ കൂടെ സൗമ്യ മിസ് ഉണ്ട്. എടാ ഒരു മിസ്സായ ഒരാൾ പോയി തോന്നുന്നു. ഇതാണ് പാമ്പ് ശ്രീജിൽ. എല്ലാരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ആണ് പറയാനുള്ളത്. നോമ്പ് തറ എങ്ങനെയുണ്ട്? പ്രേംദീപ് നിനക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയല്ല. എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. ഞാൻ ഇങ്ങനത്തെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ആദ്യം വരുന്നെങ്കിൽ ആദ്യം ഭയങ്കര ഇൻസെക്യൂരിറ്റി. പക്ഷെ എനിക്ക് റെഡിയായി. എല്ലാരും എന്നാലും പറ. നമുക്ക് മിസ് പറഞ്ഞാൽ കഴിഞ്ഞായിരുന്നു. ഫസ്റ്റ് പരിപാടി സക്സസ്ഫുള്ളി ജയിച്ചു. നല്ലായിരുന്നു. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അഭിപ്രായത്തിൽ അടിപൊളിയായിരുന്നു. ശ്രീച്ചിലെ എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? നല്ല പരിപാടിയായിരുന്നു. പാമ്പായിരുന്നു. പറ. അവനെന്തോ അടിച്ചിട്ടാ നിന്നത്. നെഹലെ എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? ഊമ്പിയ പരിപാടിയായിരുന്നു. ഓൻ ഡ്രോപ്പ് ചെയ്ത് പോവാൻ ചെയ്തു. പാടെ കോളേജിലൊരു വിഷമമാവുന്നത്. കോളേജ് ഒരു രസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. സന്തോഷിക്കും. ഓക്കെ. അഭിരാമേ എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? കൊള്ളാം, നന്നായി. സൂപ്പർ. അമാൻഡ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? ഇനി പറയാം. പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? പരിപാടി നടത്തത് ഞാനായതുകൊണ്ട് പാവണ്ട ചെക്കനെ കാണുന്നില്ല. ഇവനുണ്ട് കേട്ടോ, ഇവനുണ്ട്. പറ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അടിപൊളി. പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പരിപാടി. എന്റെ കോസ്റ്റ്യൂം അടിച്ചു കൊടുക്കുക. അഭിനവേ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? ആരാ നടത്തിപ്പുകാരൻ? ഇവനാണ് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? ഇഷ്ടായോ? ആൽവിനെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? ബിരിയാണി അടിപൊളിയാട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സംഭവം അടിയില്ലേ? ആവാനായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പെട്ടെന്ന്
ക്ലാസ് പഴയ പോലെ ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഉണ്ടോ ഗൈസ്? ആദ്യമായിട്ട് ചൂല് തൊട്ടു ഗൈസ്. മിസ്സുമാരാണ് പോകുന്നത്. കുറച്ച് മതി. എടീന്ന് നമ്മള് വൈഷ്ണവിച്ചിക്ക് അഞ്ചിച്ചിക്കുള്ള ഫുഡ് കൊണ്ടുവന്നിട്ട് നമ്മളെ കൊണ്ടുവിടാൻ വേണ്ടി ഇവർക്ക് വരുന്നുണ്ട്. ധൈര്യം കുറച്ച് കൂടുതലായോണ്ട് കോളേജിൽ പോയാലും ബുദ്ധി ഇല്ലാത്തൊരു സാധനാണ്. പേടി ഒട്ടുമില്ല. കൂട്ടിന് ശ്രീജില് അതൊരു പാമ്പും.